So this is the person who is called Southern, Dr. E.M. Southern, who identified the process called Southern blotting. His full name is Sir Edwin Meller Southern. He is the inventor of Southern blot. Now, what is a Southern blot and why should we have a Southern blot? What is a Southern blot? What is blotting? What is hybridization? ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. See, we know often പലപ്പോഴും നമുക്ക് ഡി എൻ എയുടെ സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഫോർസ് ചെയ്ത് എടുക്കുന്ന ഡി എൻ എയിൽ നിന്ന് ഒരു ഇലക്ട്രോഫോർസ് ചെയ്തെടുക്കുന്ന അഗറോസ് ജെൽ ഇലക്ട്രോഫോർസിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് ഒരു ഡി എൻ എ സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം, അതൊരു വളരെ കൺസേൺ ആണ്. എന്ന് പറഞ്ഞാൽ we know gel electrophoresis വഴി when we do this is the gel electrophoresis, by doing gel electrophoresis we will get DNA separated as bands. DNA ബാൻഡുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും and these bands will be separated depending on the molecular size. molecular size അനുസരിച്ച് ഈ ബാൻഡുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. എവിടെ? അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിൽ. But when we layer in order to do further process, ഇത് കഴിഞ്ഞ് പിന്നെ ഉള്ള വർക്കുകൾ ചെയ്യാൻ, ഇത് കഴിഞ്ഞ് ഫർദർ ആയിട്ടൊരു ജീൻ ഐഡന്റിഫൈ ചെയ്യണമെങ്കിലോ ഒരു പ്രോബുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യണമെങ്കിലോ ഒന്നും ജെല്ലിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. ദിസ് ഡി എൻ എ ഷുഡ് ബി മൈഗ്രേറ്റഡ്. ഇതിന് എന്ത് ചെയ്യണം നമ്മൾ? വി ഷുഡ് ടേക്ക് ദിസ് ഡി എൻ എ ഔട്ട് ഫ്രം ദ ജെൽ ആൻഡ് ബ്ലോട്ട് ഓൺ എ പീസ് ഓഫ് പേപ്പർ. എന്ത് പേപ്പറാണ്? നൈട്രോസെല്ലുലോസ് പേപ്പറിലോട്ട് അതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ ദിസ് technique of blotting we always do when we learned in our previous classes. പെട്ടെന്ന് മഷി തൂക്കിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? മഷി തൂക്കിപ്പോയാൽ വിൽ ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, എന്നിട്ട് ആ മഷിയിൽ മുക്കും, എന്നിട്ട് ആ മഷിയെല്ലാം അൺവാണ്ടഡ് ആയിട്ടുള്ള ആ പേപ്പറിലോട്ട് ബൈൻഡ് ചെയ്ത് നമ്മൾ കളയും. സോ ദാറ്റ് ഇസ് എ ടെക്നിക് കോൾഡ് ബ്ലോട്ടിങ്. അതിന് പറയുന്നവരാണ് ബ്ലോട്ടിങ്. ദാറ്റ് ഈസ് അബ്സോർബ് ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് ബ്ലോട്ടിങ്. അപ്പോൾ ഇവിടെ ഇൻ സതേൺ ബ്ലോട്ടിങ് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഫ്രാഗ്മെന്റ്സ് are transferred from agarose gel electrophoresis to a paper called nitrocellulose paper. So in southern blotting what we do is, whatever DNA we have to do southern blotting, treat it with a restriction enzyme. ആദ്യം ചെയ്യേണ്ടത് treat it with a restriction enzyme. See, this is the genomic DNA. And this DNA we have to cleave it with restriction endonuclease. Now, after that you can do one electrophoresis. So when you do this electrophoresis, the DNA will be divided into small fragments. ആയിട്ടുള്ള DNA ചെറിയ ഫ്രാഗ്മെന്റുകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരും. Why? Because of the molecular size. അതായത് പോറോസിറ്റിയും അതിൻ്റെ ഇലക്ട്രിക് ചാർജും അനുസരിച്ച് ഈ പോറിലൂടെ മോളിക്കുലർ സൈസ് അനുസരിച്ച് അത് സെപ്പറേറ്റ് ചെയ്യും. Now, this can be carried out either in polyacrylamide gel or in agarose electro. അഗ്രോസിലോ പോളിയക്രിലമൈഡോ ജെല്ലോ എടുക്കാം. ചെറിയ ഡി എൻ എ സൈസ് ചെറുതാണെങ്കിൽ, ചെറിയ ഫ്രാഗ്മെന്റ് ഓഫ് ഡി എൻ എ ആണെങ്കിൽ പോളിയക്രിലമൈഡ് ജെൽ എടുക്കും. ഡി എൻ എ സൈസ് വലുതാണെങ്കിൽ we will use the agarose gel electrophoresis. Now, after electrophoresis, ആഫ്റ്റർ ഇലക്ട്രോഫോറസിസ് ഈ ജെല്ലിനെ എടുത്ത് എന്ത് ചെയ്യുന്നറിയോ? ഒരു ആൽക്കലൈൻ സൊല്യൂഷനിലിടും. വൈ ഷുഡ് വി കീപ് ഇറ്റ് ഇൻ ആൻ ആൽക്കലൈൻ സൊല്യൂഷൻ? വിത്തിൻ ആൻ ആൽക്കലൈൻ സൊല്യൂഷൻ ദ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ വിൽ ബി സെപ്പറേറ്റഡ് ടു ഫോം സിംഗിൾ സ്റ്റാൻഡേർഡ്. അപ്പം ഇത് ഒന്നുകിൽ നമുക്ക് ജെല്ലിനെ ആൽക്കലിയിൽ ഇട്ടിട്ട് അതിനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കാം, അല്ലെങ്കിൽ എന്താണ് അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ജെല്ലിനെ ഒരു ആൽക്കലൈൻ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ നോക്ക്. So this is the gel. This is the gel, and on the bottom of the gel there is a filter paper, and above the gel we put the nitrocellulose membrane, and above that we put the filter paper again. അപ്പോൾ അടിയിൽ ആൽക്കലൈൻ സൊല്യൂഷൻ. അപ്പോൾ ആൽക്കലൈൻ സൊല്യൂഷനകത്തോട്ട് നമ്മുടെ ജെല്ല്
ഒരു ഫിൽറ്റർ പേപ്പറിന്റെ പുറത്തായിട്ട് വെച്ചു. ദെൻ വി പുട്ട് ദി ജെല്ലിന്റെ പുറത്ത് നൈട്രോസെല്ലോസ് മെംബ്രെയിൻ വെച്ചു. അതിന്റെ പുറത്ത് എന്ത് ചെയ്തു, വീണ്ടും ഫിൽറ്റർ പേപ്പർ വെച്ചു. ചിലപ്പോൾ പുറത്തൊരു വെയിറ്റും കൂടെ വയ്ക്കും, പുറത്തൊരു ചെറിയൊരു ഈ ഭാഗത്തൊരു വെയിറ്റും കൂടെ വയ്ക്കും. എന്ത് പറ്റും, ഇതെല്ലാം ചേർന്നിരിക്കും. You have heard of action called capillary action. What is capillary action? Through small pores അല്ലെങ്കിൽ ചെറിയ ട്യൂബുകളിൽ കൂടെ അല്ലെങ്കിൽ ചെറിയ ക്യാവിറ്റിയിൽ കൂടെ വെള്ളം എപ്പോഴും മുകളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് കാപ്പിലറി ആക്ഷൻ. സോ ഹിയർ എന്താ സംഭവിക്കുന്നത്, ദിസ് ജെൽ ഈസ് പോറസ്. ഓൺ ദ ഡൗൺ സൈഡ് ദർ ഇസ് എ വാട്ടർ കോളം. അപ്പോൾ ഈ വാട്ടർ കോളത്തിൽ നിന്ന് ഈ ജെല്ലിലൂടെ വെള്ളം മുകളിലോട്ട് വന്ന് ഈ ഫിൽറ്റർ പേപ്പറിലോട്ട് വരും. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇവൻച്വലി ഫ്രം ദീസ് ബാൻഡ്സ്, ഇതിലുണ്ടായിരുന്ന ഈ ബാൻഡിൽ നിന്ന് ആ DNA കൂടെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ദേ വിൽ ബി ട്രാൻസ്ഫർ ടു ദി nitrocellulose membrane. Now all the DNA treated with the alkaline solution are in the nitrocellulose membrane. So nitrocellulose membrane has these bands. Now what is the purpose of it? My purpose is I want to know in which band of this contain a particular enzyme. ഈ കുറേ ബാൻഡ് ഉണ്ട്. ഈ ബാൻഡിൽ ഏത് ബാൻഡിലാണ് ഒരു പെർട്ടിക്കുലർ എൻസൈമിനെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അതിന് എന്ത് ചെയ്യണം? We should make a probe. For identifying a particular gene, we should make a probe. What is a probe? Probe is a non-fragment of DNA. നമുക്ക് സീക്വൻസ് അറിയാമെന്നുള്ള ഒരു ഫ്രാഗ്മെന്റ് ഓഫ് DNA പറയുന്ന പേരാണ് പ്രോബ്. വാട്ട് ഈസ് പ്രോബ്? ഒരറ്റത്ത് റേഡിയോ ആക്ടിവിറ്റി വല്ലതും കൊടുത്തിട്ടുള്ള നോൺ ഫ്രാഗ്മെന്റ് ഓഫ് DNA പറയുന്ന പേരാണ് പ്രോബ്. അങ്ങനെ ഒരു പ്രോബ് ഉപയോഗിച്ച് നമ്മൾ ഈ നൈട്രോസെല്ലോസ് മെംബ്രെയിനെ ഒരു ലിക്വിഡ് മീഡിയത്തിലോട്ട് മെംബ്രെയിനെ ഇമ്മേഴ്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ലേബിൾഡ് DNA പ്രോബ് കൊടുക്കും. പ്രോബ് കൊടുക്കുമ്പോൾ ആ പ്രോബ് സ്പെസിഫിക് ആണ്. എന്തിനുള്ള പ്രോബ്? ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു ATPയുടെ പ്രോബാണ്. അങ്ങനെയാണെങ്കിൽ ഈ നൈട്രോസെല്ലോസ് മെംബ്രെയിനിൽ എവിടെയാണോ ATP ജീൻ വരുന്നത് അവിടെ മാത്രമേ ഈ പ്രോബ് ചെന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫിലിമൊക്കെ എടുത്ത് അൺബൗണ്ടഡ് ആയിട്ടുള്ള പ്രോബിനെയൊക്കെ വാഷ് ചെയ്ത് കളയും. എന്നിട്ട് നമ്മളൊരു എക്സ്റേ ഫിലിമിൽ ഈ നൈട്രോസെല്ലോസ് ഫിലിമിനെ ചേർത്ത് വെച്ചിരുന്ന ഡാർക്ക് റൂമിൽ വെച്ചിരുന്നാൽ എവിടെയാണോ പ്രോബ് അറ്റാച്ച് ചെയ്തത് അവിടെ മാത്രം നമുക്ക് കളർ കിട്ടും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആട്ടോ റേഡിയോഗ്രാം. വാട്ട് ഈസ് ആട്ടോ റേഡിയോഗ്രാം? ഒരു ജെല്ലിനകത്ത് റേഡിയോ ആക്ടിവിറ്റി പ്രോബ് ഉപയോഗിച്ച് നമ്മളൊരു ബാൻഡിനെ ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മളൊരു എക്സ്റേ ഫിലിമിനോട് ചേർത്ത് വെച്ചപ്പോൾ വി ഗോട്ട് എലിമിനേഷൻ ഫ്രം ദിസ് റേഡിയോ ആക്ടിവിറ്റിയുടെ എലിമിനേഷൻ വന്നു. ആ എലിമിനേഷൻ കാരണം എക്സ്റേയിൽ എന്ത് കിട്ടി, നമുക്ക് ഒരു പൊസിഷൻ, ആ ജീനിന്റെ പൊസിഷൻ എവിടെ നിന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റി. ദിസ് ഇസ് ദി southern blotting technique. So why it is called blotting? Because we use capillary action and followed by blotting the DNA content from the gel to nitrocellulose membrane. Now why it is called southern blotting? It is invented by Southern. For what it is used? It is used for identifying a particular gene of interest. How we are doing? We do the DNA by cleavage with the restriction site. Then the sequences are electrophoresed. Then we do the capillary transfer, or then we do the blotting. Then we take the nitrocellulose membrane. Nitrocellulose membrane we treated with a probe, non-probe. Now unbounded probe wash ചെയ്ത് കളഞ്ഞു. Then bounded region was identified with the help of autoradiography. This is the technique behind southern blotting. This is called the southern blotting. ELISA or enzyme-linked immunosorbent assay. Now what is ELISA? Before going to that, each and every organism has immunoglobulins in our body, and that is called the antibodies. Each and every organism has, especially mammals, has immunoglobulin molecules called Ig are present in our body, and that is called antibodies. What is the purpose? If any foreign object, may it be a microbe, may it be a protein, എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ വന്നാൽ ദിസ് ആൻറ്റിബോഡീസ് വിൽ സ്ട്രഗിൾ അഗൻസ്റ്റ്. ഈ ആൻറ്റിബോഡി എന്ത് ചെയ്യും? ആ ആൻറ്റിജൻ അഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. ദേ വിൽ ഡു ദ റിയാക്ഷൻ. അതിനുവേണ്ടിയുള്ളതാണ് ആൻറ്റിബോഡി. സോ രോഗപ്രതിരോധം അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനത്തിനുള്ള ഒരു മോളിക്യൂളാണ് ആൻറ്റിബോഡി. ദേ ആർ സിന്തസൈസ്ഡ് ബൈ അവർ ബോഡി. Now what is antigen? Any substance which is introduced to an organism, ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഏത് സബ്സ്റ്റൻസ് ആണോ വരുന്നത്, ഇഫ് ആ സബ്സ്റ്റൻസ് ഒരു ആന്റിബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്താൽ, എപ്പോഴാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഒരു ആന്റിജന് മാത്രമേ ആന്റിബോഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഒരു ഓർഗാനിസത്തിന്റെ അടുത്ത് വരികയും അത് ഒരു ആന്റിബോഡിയെ സ്റ്റിമുലേറ്റും ചെയ്താൽ അതിന് പറയുന്ന പേരാണ്
antigens. So antigens are molecules which can invoke an antibody, an immunological reaction in an organism. അതിന് പറയുന്ന പേരാണ് antigens. Now, what is immunoassay? Immunoassay is a technique for determining biological molecule by locating antigen antibody reaction. ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ തമ്മിൽ പഠിച്ചുകൊണ്ട് ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ പഠിച്ചുകൊണ്ട് ഒരു ഓർഗാനിസത്തിന്റെ ുള്ള ബയോമോളിക്യൂളിനെ തിരിച്ചറിയുന്ന ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇമ്മ്യൂണോ അസൈ. Now what is antigen? What is the speciality of antigen and antibody? The reaction between antigens and antibodies are so specific, like that of a lock and key. Only a specific antigen will bind with an antibody. There is no alternative. Always it is very specific. Only a specific antigen will be binding with an antibody. Now, so the configuration, the three-dimensional configuration of antigen and antibody will be suited. അതുകൊണ്ടാണ് ആ സ്പെസിഫിസിറ്റി അതിന് വരുന്നത്. Now, there are different. What is antigen? What is ELISA? And it is called enzyme-linked immunosorbent assay because it's a reaction between antigen and antibody. പക്ഷേ എവിടെയോ ഒരിടത്ത് എന്തുണ്ട്, ഒരു എൻസൈമിന്റെ, അതായത് ഒരു ആന്റിജനും ആന്റിബോഡിയും കൂടി റിയാക്ട് ചെയ്യുന്നു. പക്ഷെ ആ റിയാക്ഷൻ നടന്നോ എന്ന് അറിയുന്നത് ഒരു എൻസൈമിന്റെ അസേ ഉപയോഗിച്ചിട്ടാണ്. ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റി അസസ് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ നടന്നോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പറഞ്ഞത് enzyme linked immunosorbent assay, ELISA. Now first one is, this ELISA is of two types. One is called a DAS ELISA test and second one is called DAC ELISA test. One is called DAS ELISA test and second one is called DAC ELISA test. Now, what is DAS ELISA test? It will be better if you can see your text. ടെക്സ്റ്റിനകത്ത് നോക്കുന്നതാണ് നല്ലത്. 131 പേജിലാണ്. 131. What is DAS ELISA? See, normally this ELISA is carried out in small plates and that plates are called micro titer plates അല്ലെങ്കിൽ എന്താണ്, പെട്രി പ്ലേറ്റ്സ്. ചെറിയ സെൽ കൾച്ചർ പ്ലേറ്റുകളുണ്ട്, അതിന് പറയുന്ന പേര് എലീസ പ്ലേറ്റ് എന്ന് പറയും. ആ എലീസ പ്ലേറ്റുകളിലാണ് ചെറിയ റിയാക്ഷൻസ് ചെയ്യുന്നത്. ആ എലീസ പ്ലേറ്റ് എന്ന് വെച്ചാൽ ഫൈബറിൽ ഉണ്ടാക്കിയതാണ്, അതിൽ ചെറിയ ചെറിയ ഹോൾസ് കാണും. നൗ വാട്ട് ഈസ് ഡാസ് എലീസ? എന്താണ് ഡാസ് എലീസ? വി മേക്ക് ആൻ ആന്റിബോഡി. നമുക്കൊരു ആന്റിജൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ചെയ്യുന്നു കൊറോണയ്ക്ക് ആന്റിജൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. കൊറോണ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ വന്നാൽ അത് ആന്റിജൻസ് ബോഡി കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആന്റിജൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഏത് ആന്റിജൻ ആണോ നമുക്ക് കണ്ടുപിടിക്കുന്നത് അതിന്റെ ആന്റിബോഡി നമ്മൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്നു. ഏത് ആന്റിജൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ആന്റിബോഡി നമ്മൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ ഈ പറഞ്ഞ എലീസ പ്ലേറ്റിന്റെ അടിയിൽ ഇമ്മൊബിലൈസ് ചെയ്ത് വയ്ക്കും. എന്താണ് ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചാൽ, ഒരു ലെയർ, ഒരു എലീസ പ്ലേറ്റിന്റെ ഹോൾസ് ഉണ്ട്, അതിനകത്ത് വെൽസ് എന്നാണ് പറയുന്നത്. ആ വെൽസിനകത്ത് ഒരു ലെയർ കോട്ട് ചെയ്തു ഡ്രൈ ചെയ്ത് വെച്ചു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇമ്മൊബിലൈസ്ഡ് ആന്റിബോഡി വിത്തിൻ ദ പ്ലേറ്റ്. പ്ലേറ്റിനകത്ത് ഇമ്മൊബിലൈസ്ഡ് ആന്റിബോഡി ബൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇമ്മൊബിലൈസ്ഡ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ 100ഓളം 96 വെൽസ് കാണും. ഒരു പ്ലേറ്റിൽ 96 വെൽസ് കാണും. അപ്പം 3 ട്രിപ്ലിക്കേറ്റ് വെച്ചായാൽ പോലും 30ൽ കൂടുതൽ ആൾക്കാരുടെ സാമ്പിളിൽ ലോഡ് ചെയ്യാം. അപ്പം എല്ലാ ട്യൂബിലും എന്തുണ്ട്? കോമൺ ആന്റിജൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ആന്റിജൻ, കോമൺ ആന്റിജൻ നമ്മൾ വെച്ചിട്ട്, കോമൺ ആന്റിബോഡി നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോമൺ ആന്റിബോഡി ഇമ്മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 30 ആൾക്കാരുടെ സാമ്പിൾ എടുത്ത് അതിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതാണ് എന്താണ്, വി ആർ ആഡിങ് ആന്റിജൻ ടു ദീസ് വെൽസ്. എവിടെ നിന്ന് ആന്റിജൻ കിട്ടുന്നത്? ഓരോ ഓർഗാനിസത്തിന്റെയും ബോഡിയിലായിരിക്കുമല്ലോ ആന്റിജൻ വരുന്നത്. ഇപ്പം ഹ്യൂമൻ ബോഡിയിൽ കൊറോണ ഉണ്ടോ എന്ന് അറിയാൻ നമ്മളെ ബ്ലഡ് എടുത്ത് അതിന്റെ സെറം എടുത്താണ് നോക്കുന്നത്. എന്താ കാര്യം? കൊറോണ നമ്മളെ ബോഡി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആന്റിജൻ ബ്ലഡിനകത്ത് കാണും, അത് സെറത്തിൽ കാണും. അപ്പം അങ്ങനെ നമ്മൾ ആന്റിജൻ എടുത്ത് ആ ട്യൂബിനകത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ആന്റിജൻ എപ്പോഴാണ് ബൈൻഡ് ചെയ്യുന്നത്? എപ്പോഴാണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നടക്കും? ഓൺലി ഇഫ് സ്പെസിഫിക് ആന്റിജൻ, അതായത് നമ്മൾ കൊടുത്ത സാമ്പിൾ, അതായത് ഓൾറെഡി പ്ലേറ്റിന്റെ അടിയിൽ ആന്റിബോഡി ഉണ്ട്, നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന സാമ്പിളിൽ ആന്റിജൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ റിയാക്ഷൻ നടക്കുകയുള്ളൂ, അല്ലാത്ത വലിയ നടക്കൂ ഇല്ല. അപ്പം ഓൺലി ഇഫ് ദർ ഈസ് ആന്റിജൻ ഇൻ ദി
സാമ്പിൾ വാട്ട് വി ആർ ടേക്കിംഗ് നമ്മൾ എടുക്കുന്നതിൽ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, ഇമ്മ്യൂണോളജിക്കൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കൊയാഗുലേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ അതിനവർ വേറൊരു വഴി ചെയ്യും. എന്താണെന്നറിയോ? നമ്മൾ ഓൾറെഡി ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടെ ബൈൻഡ് ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആൻറ്റിബോഡി അതിനകത്ത് കാണുമല്ലോ. ഒന്നുകൂടെ, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നാൽ അഗ്ലൂട്ടിനേഷൻ, തമ്മിൽ കൊയാഗുലേഷൻ ആണ് നടക്കുന്നത്. പിന്നെ അത് രണ്ടും ഒന്നിച്ച് കാണും. അല്ലാതെ ആൻറ്റിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിജൻ പോകത്തില്ല. അപ്പം അന്നേരം ഏതൊക്കെയാണോ പോസിറ്റീവ്, ഏതൊക്കെ സാമ്പിൾ നമ്മൾ എടുത്തതിലാണോ ആൻറ്റിജൻ പോസിറ്റീവ്, അതെല്ലാം ആൻറ്റിബോഡിയുമായിട്ട് ചേർന്ന് ഒരു കൊയാഗുലേഷൻ റിയാക്ഷൻ നടന്ന് അങ്ങനെ നിൽക്കും, പ്രസിപ്പിറ്റേഷൻ നടന്ന് അങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മൾ ഈ വെല്ലുകളെല്ലാം അങ്ങ് വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അൺബൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ആൻറ്റിജൻ സ്പെസിഫിക് ആൻറ്റിജൻ വരാത്തതെല്ലാം വാഷ് ചെയ്ത് കളയും. അപ്പോൾ അതിനകത്തൊന്നുമില്ല. പക്ഷെ എവിടെയൊക്കെ ആൻറ്റിജൻ റിയാക്ട് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ആൻറ്റിജൻ നിൽക്കും. പക്ഷെ ആ ആൻറ്റിജൻ ഏതിലൊക്കെ റിയാക്ട് ചെയ്ത് നമുക്ക് അറിയണം. എങ്ങനെ അറിയാൻ പറ്റും? ഇതെല്ലാം മൈക്രോസ്കോപ്പിക് ആണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും ചെറിയ അളവാണ്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിജൻ സ്പെസിഫിക് ആയിട്ടൊരു ആൻറ്റിബോഡിയുടെ അവരുണ്ടാക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഈ ആൻറ്റിജന്റെ നമ്മൾ പറഞ്ഞു ഒരു ആൻറ്റിബോഡിക്ക് വേണ്ടി അവരൊരു ആൻറ്റിജൻ ഉണ്ടാക്കി, ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കി ഇമ്മൊബിലൈസ് ചെയ്തു, അതിൽ ആൻറ്റിജൻ ആഡ് ചെയ്തു. ചിലതിൽ മാത്രം ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നു. പിന്നെ നമുക്ക് അറിയേണ്ടത് ഏതിലൊക്കെ റിയാക്ഷൻ നടന്നു എന്ന് അറിയണം. അതിനെന്ത് ചെയ്യും? റിയാക്ഷൻ നടന്നതിനകത്ത് ആൻറ്റിജൻ കാണുമല്ലോ. അവര് ഈ ആൻറ്റിജന് സ്പെസിഫിക് ആയിട്ട് വീണ്ടും ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കി. ആ ആൻറ്റിബോഡിയിൽ ഒരു എൻസൈം കൂടെ ബൈൻഡ് ചെയ്തു. പെറോക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കൂടെ ചേർത്തുകൊണ്ട് വീണ്ടും ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ വെൽസിനകത്തെല്ലാം അതും കൂടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ എവിടെയൊക്കെ ആൻറ്റിജൻ ഓൾറെഡി ബൈൻഡ് ചെയ്തിട്ടുണ്ടോ അവിടെ മാത്രം ഒരു കളർ റിയാക്ഷൻ ഉണ്ടാക്കി. പെറോക്സിഡേസിന്റെ ആക്ഷൻ കൊണ്ട് ഒരു കളർ റിയാക്ഷൻ ഉണ്ടാക്കി. അതെങ്ങനെയാണ് കളർ റിയാക്ഷൻ ഉണ്ടാക്കിയത്? ക്ലോറം ഫെനിക്കോളും ഹൈഡ്രജൻ പെറോക്സൈഡും കൂടെ ആ വെല്ലിൽ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എവിടെയൊക്കെ ആൻറ്റിജൻ പോസിറ്റീവ് ആയിരുന്നു അവിടെയൊക്കെ ആൻറ്റിബോഡി ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെടുകയും അവിടെയൊക്കെ കളർ വരികയും അല്ലാത്ത വെൽസിൽ കളർ ഇല്ലാതെയും വന്നു. അപ്പോൾ കളറുള്ള വെൽസ് നമ്മൾ എന്ത് പറഞ്ഞു? ആൻറ്റിജൻ പോസിറ്റീവാ. എന്താ കാര്യം ആ കളറുള്ള വെൽസിൽ ആഡ് ചെയ്ത സാമ്പിൾസിൽ മാത്രമേ ആൻറ്റിജൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ഇനിഷ്യൽ ആൻറ്റിബോഡിയുമായിട്ട് ആൻറ്റിജൻ ബൈൻഡ് ചെയ്ത് നിന്നു. രണ്ടാമത് ചേർത്ത എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി കൊടുത്തപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൻറ്റിജനിൽ അത് അറ്റാച്ച് ചെയ്യുകയും കളർ റിയാക്ഷൻ കാണിക്കുകയും ചെയ്തു. ഇതിന് പറയുന്ന പേരാണ് എലീസ. എന്തുകൊണ്ടാണ് ഇത് എലീസ എന്ന് പറഞ്ഞത്? വി ആർ യൂസിങ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇന്ററാക്ഷൻ, പക്ഷേ അറ്റ് ദ സെയിം ടൈം വി ആർ യൂസിങ് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം അസേ. ഒരു എൻസൈം അസേയും കൂടെ ഉപയോഗിച്ചിട്ടാണ് അത് ഡിറ്റക്ട് ചെയ്തത്.